നമ്മളിപ്പോൾ കാടിൻ്റെ നടുക്കാണ്. ഇവിടെ വാഷ്റൂം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറ്റിക്കാട് ഫെസിലിറ്റീസ് നോക്കിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ചുറ്റിലും കുറച്ച് ഡേഞ്ചറസ് ആയുള്ള മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫോർ ദ മീൻ ടൈം ഈ ഒരു ഏരിയ കുറച്ച് സേഫാണെന്ന് പറയുന്നു. അപ്പോൾ ഇറങ്ങിയതാണ്. അവിടെ ബാക്കിൽ ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, മാനുകൾ കാര്യങ്ങളൊക്കെ മെയ്യുന്നത് കാണാം. സിംഹത്തിനെ കണ്ടു, പക്ഷേ ബാക്കിയുള്ള ഈ പുലി അങ്ങനത്തെ സാധനങ്ങൾ റൈനോ അതൊന്നും കാണുന്നില്ല. അതിനെ തപ്പി ഇങ്ങനെ ഇറങ്ങിയതാണ്. ആനകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് വലിയൊരു ഏരിയ ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ തപ്പി നടക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ഡാൾട്ടൺ ബ്രോ അവിടെ നിൽക്കുന്നത് ആളാണ്. നമ്മുടെ ഫുള്ള് ആൾ ഈ ഏരിയ എല്ലാ ആൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ എവിടേക്ക് എങ്ങനെയൊക്കെ സേഫ് പോയിൻ്റ് കാര്യങ്ങളെല്ലാം അറിയാം. അത് കാരണം ഇവിടെ ഇറങ്ങിയതാണ്. കാടിൻ്റെ ഒത്ത നടുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തു. തലേദിവസം രാത്രി ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം വഴിയൊക്കെ കുറച്ച് ശോകമായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മളൊരു പുഴ മുറിച്ച് കടക്കാൻ വേണ്ടി പോവാണ്. പുഴ എന്ന് പറയുമ്പോൾ പേരിനൊരു പുഴയാണ്, ആഴൊക്കെ കമ്മിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കംപ്ലീറ്റ് പാറകളാണ്. അതിൻ്റെ മേലെ കൂടെയാണ് ഈ വണ്ടി ഓടിച്ച് കയറ്റുന്നത്. വണ്ടി അങ്ങോട്ട് ഇറക്കുന്നതിൻ്റെ മുന്നേ ഒരു പ്രിക്കോഷനായിട്ട് ഡാൾട്ടൺ പോയിട്ട് വീലിൽ നട്ടെല്ലാം ടൈറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ജനറലി സഫാരിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ലാൻഡ് ക്രൂസറാണ്. റൂഫ് ഓപ്പണായുള്ള ലാൻഡ് ക്രൂസറാണ്. അപ്പോൾ റൂഫ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ നോർമൽ കേസിൽ സൗകര്യമായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫ് തന്നെയായിരുന്നു. അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ചടങ്ങ് തന്നെ. പിന്നെ നമ്മുടെ ഡാൾട്ടൺ ബ്രോയ്ക്ക് നല്ലൊരു വീഡിയോ വേണമെന്ന് ആൾ പറഞ്ഞ കാരണം ഞാൻ റിസ്ക് എടുത്ത് ഞാൻ എഴുന്നേറ്റ് വന്നു. കൂടെ 2 പേരുണ്ടായിരുന്നു. പക്ഷെ വണ്ടി മുന്നോട്ട് പോകും തോറും 2 പേര് വീണു. അപ്പോൾ അവർ പിന്നെ സീറ്റിൽ തന്നെ ഇരുന്നു. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ എങ്കിലും വെള്ളത്തിന് നടുക്കാണ്. കട്ടിക്കമ്പണി വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഫോണും കൂടെ വെള്ളത്തിൽ വീഴും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആൾമോസ്റ്റ് ഒരു 45 ഡിഗ്രി ആംഗിളിലൊക്കെയാണ് ചെരിയുന്നത്. എന്നാലൊരു കിഡ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. വീഡിയോ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് റൂഫിൽ നിന്ന് ഒരു പകുതിയോളം പുറത്തേക്ക് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ അതിൻ്റെ ഗുണമൊന്നും എടുത്ത വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. റീസൺ സിമ്പിളാണ്, ഞാൻ അത്ര പ്രൊഫഷണൽ അല്ല. അവിടെ നിന്ന് ഞങ്ങളങ്ങനെ കയറി വന്നപ്പോൾ ദേ നിൽക്കുന്നൊരു ആന. ഒരു ഒറ്റയാനാണ്, കൂട്ടം തെറ്റി വന്ന് നിൽക്കുന്നതാണ്. ആനകളുടെ അടുത്തേക്ക് പോകാൻ നമുക്കൊരു ഓപ്ഷനുമില്ല, കുറച്ച് ഡേഞ്ചറാണ്. കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ചെറുതായിട്ടൊരു പണി കിട്ടിയത്. 4 വീല് ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നതെന്ന് ഒന്ന് സ്റ്റക്കായിട്ടുണ്ട് ഗിയറൊക്കെ. കുറച്ച് നേരം പണി കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാൾട്ടൺ ബ്രോ അതൊക്കെ സെറ്റാക്കി.